കുറേ നാളിന് ശേഷമാണ് ഈ ഒരു സമയത്ത് ഞാൻ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ രാത്രി 7:30 ആയിട്ടുണ്ട് സമയം. മാർക്കറ്റിലൊക്കെ നോക്കി എന്തൊരു തിരക്കാണെന്ന്. ഇവിടെ ആണെങ്കിൽ രാവും പകലും ഒക്കെ ഇതേ തിരക്കാണ്. അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയം കുറവാണ്. മൺഡേ മാത്രം കുറച്ച് തിരക്ക് കുറവാണ്. മൺഡേ ഇവിടെ മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആദ്യം ന്യൂ അഗർവാൾ സ്വീറ്റ്സിലോട്ട് പോയി. അവിടുന്ന് സജീഷേട്ടന് രാത്രി കഴിക്കാൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് അത് വാങ്ങിയിട്ട് നേരെ നമ്മൾ ഈ ഉന്നം വെച്ച് കുതിക്കുന്നത് നമ്മൾ പഴംപൊരിയൊക്കെ വാങ്ങുന്നൊരു കടയിലോട്ടാണ്. മലയാളി ചേട്ടന്മാരുടെ കടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പഴംപൊരിയും വടയും വാങ്ങാനായിട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പഴംപൊരി മാത്രമേ കിട്ടിയുള്ളൂ, വടയില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വട ഐറ്റംസൊക്കെ അവിടെ കിട്ടും നല്ലത്. അപ്പോൾ നല്ല ചൂടോടെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ പോയത് മുട്ടയുടെ ഹോൾസെയിൽ കട അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു ട്രേ മുട്ട വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു മാസത്തേക്ക് ഒരു ട്രേ മുട്ടയാണ് വാങ്ങുന്നത്. ഞങ്ങളിപ്പോൾ വാങ്ങിയപ്പോൾ 170 രൂപയായിരുന്നു. നേരത്തെ കുറച്ചും കൂടെ പൈസ കൂടുതലായിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഹോൾസെയിലിൽ നിന്ന് വാങ്ങുമ്പോൾ പിന്നെ കുറച്ചും കൂടെ കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ എപ്പം ഞാൻ ചെന്നാലും ഇങ്ങനെ വിചാരിക്കുക, ചെറിയ കുട്ടികളെയാണ് ഇവിടെ ഇവർ ഇതുപോലുള്ള പാക്കിങ്ങിലും ഒക്കെ വേണ്ടിയിട്ട് വെക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആര് നോക്കാനാണ്? എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനല്ലേ നേരമുള്ളൂ. ആരെയും മൈൻഡ് ചെയ്യാനാണ് ഇവിടെയൊക്കെ. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വട വാങ്ങാനായിട്ടാണ്. സ്കൂട്ടിയിൽ ഒരു സാഹസികത നിറഞ്ഞൊരു യാത്രയായിരുന്നു ഈ മുട്ടയൊക്കെ കൈ വെച്ചുകൊണ്ട് എൻ്റെ. അപ്പോൾ അതേ സൗത്ത് ഇന്ത്യൻ മസാല ദോശ എന്ന് പറഞ്ഞൊരു കടയിലോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ വട വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ അക്ക പറഞ്ഞു അവിടെ 1 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണെന്ന്. അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. എന്നിട്ട് ഈ സാധനങ്ങളും ഒക്കെ വാങ്ങി പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ രാത്രി കറക്കം. ബൈ.